നമസ്കാരം. ഇടത് സഹയാത്രികനായ നിരണം ഭദ്രാസനം മുൻ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസിനെതിരായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശങ്ങൾ അദ്ദേഹത്തെ തിരിച്ചടിക്കുകയാണ്. പിണറായിയെ വിമർശിച്ചതിന് അദ്ദേഹത്തോട് പിണറായി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമുണ്ടായതാണ് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയതെന്നും ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നും ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികൾ ഉണ്ടാകുമെന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. നമ്മൾ ആരും ഇവിടെ ഒരു പ്രളയം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നേരിട്ട ദുരന്തത്തെ ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാടാകെ ഒറ്റക്കെട്ടായി നിന്നു. അതാണ് നമുക്ക് ലോകത്തിന് നൽകാൻ കഴിഞ്ഞ പാഠം. അത് കേരളത്തിന് മാത്രം കഴിയുന്നതാണ്. അത് നമ്മുടെ നാടിന്റെ മാത്രം പ്രത്യേകതയാണെന്നുമായിരുന്നു പിണറായി വിജയൻ പറഞ്ഞത്. ഗീവർഗീസ് മാർ കൂറിലോസിന്റെ നിലപാട് തള്ളി യാക്കോബായ സഭയും പ്രസ്താവന സഭയുടെ നിലപാടോ അഭിപ്രായമോ അല്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. അതേസമയം CPM നേതാക്കളടക്കം പരസ്യമായി കൂറിലോസിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ കൂറിലോസിനെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതലും. ഇടതു നേതാക്കളും മറ്റുള്ളവരുമെല്ലാം പിണറായി വിജയന്റെ പരാമർശങ്ങളെ തള്ളുകയാണ്. ഏറ്റവും ഒടുവിലായി കൂറിലോസിനെതിരായ വിവരദോഷി പരാമർശത്തിൽ പ്രതികരണവും ഓർത്തഡോക്സ് സഭയും രംഗത്ത് വന്നു. മുഖ്യമന്ത്രി വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാകണമെന്ന് തുമ്പമൺ ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെറാഫിം പറഞ്ഞു. വിമർശനങ്ങളെ പോസിറ്റീവായി കണ്ട് തിരുത്തലുകൾ വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ട CPM-നെ രൂക്ഷമായി വിമർശിച്ച് ഇടത് അനുഭാവിയായി അറിയപ്പെടുന്ന ഗീവർഗീസ് മാർ കൂറിലോസ് രംഗത്ത് വന്നിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് ഭരണവിരുദ്ധ വികാരമാണെന്നും CPM അത്ര നിഷേധിക്കുവാൻ ശ്രമിച്ചാലും അത് യാഥാർത്ഥ്യമാണെന്നും കൂറിലോസ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, മോശമായ പോലീസ് നയം, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെയുള്ള അഴിമതി, പെൻഷൻ മുടങ്ങിയത്, പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമ രാഷ്ട്രീയം, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയവയും ഈ തോൽവിക്ക് കാരണമാണ്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ്. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികൾ വരും. പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്ക് എത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. പക്ഷെ അത് തൊലിപ്പുറത്തുള്ള തിരുത്തലാകരുത്. രോഗം ആഴത്തിലുള്ളതാണ്. ചികിത്സയും ആഴത്തിൽ വേണം. ഇടതുപക്ഷം ഇടത്തു തന്നെ നിൽക്കണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും. ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല. സത്യത്തിൽ പിണറായി വിരുദ്ധത അലയടിച്ച ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പിണറായി തന്റെ രീതി മാറ്റില്ലെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. സൈബർ ഇടങ്ങളിൽ ഇടതു സഹയാത്രികർ തന്നെ പിണറായിക്കെതിരെ ഘോരഘോരം എഴുതുകയും പറയുകയും ചെയ്യുന്നു. ഇനിയും ബുദ്ധിയുദിക്കാത്ത ചില അടിമക്കമ്മികൾ മാത്രമാണ് പിണറായിയെ പിന്തുണയ്ക്കുന്നത്. മന്ത്രിസഭയിൽ പോലും പിണറായി വിരുദ്ധത ഉടലെടുത്തു കഴിഞ്ഞു. CPI നേതാക്കൾ യെച്ചൂരിയെ നേരിട്ട് കണ്ട് എതിർപ്പ് അറിയിച്ചതും പിണറായി വിരുദ്ധ വികാരത്തിന്റെ ഭാഗമായാണ്. അതല്ലെങ്കിൽ ഒരിക്കലും അവർ അത്തരത്തിലൊരു നീക്കത്തിനു തന്നെ മുതിരില്ല. മാത്രമല്ല CPI നേതൃയോഗങ്ങളിൽ അടക്കം പറയുന്നത് പിണറായി രാജിവെച്ചൊഴിയണമെന്നാണ്. പിണറായി രാജിവെച്ചൊഴിയണമെന്ന് പറയുന്നത് അവർ മാത്രമല്ല, CPI മാത്രമല്ല, ജനങ്ങൾ മുഴുവൻ പറയുന്നു ഈ നേതാവിനെ ഞങ്ങൾക്ക് വേണ്ടെന്ന്. അത് അവർ അധികാരത്തിലേറ്റിയ ഒരു ഭരണത്തലവൻ നടത്തിയ കെടുകാര്യസ്ഥതയുടെ ഫലമായിട്ടാണ് ആ പറച്ചിൽ വരുന്നത്. അത് മനസ്സിലാക്കാൻ ഇനിയും പിണറായിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ക്ലിഫ് ഹൗസിലേക്ക് ജനങ്ങൾ നേരിട്ടെത്തുന്ന അവസ്ഥ വരും. പിണറായി ഇതുവരെ ഭരിച്ചത് പിണറായിയുടെയും മകളുടെയും കുടുംബത്തിന്റെയും ക്ഷേമം വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. കൂടെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നൽകി അവരെ മിണ്ടാതെയാക്കുന്ന അവസ്ഥയുണ്ട്. മാത്രമല്ല
പിണറായിക്കെതിരെ ശബ്ദിക്കാനുള്ള ഒരു ഭയം മന്ത്രിസഭയ്ക്കകത്തുമുണ്ട്. പക്ഷേ അതെല്ലാം പൊട്ടിച്ചിതറിയാണ് ഇപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത്. ബാലഗോപാലിനെ അടക്കം തന്റെ കൈപ്പിടിയിൽ ഒതുക്കി സാമ്പത്തിക കാര്യങ്ങളിൽ വരുത്തിയ ക്രമക്കേടുകളുടെ ഭാഗമായി കൂടിയാണ് ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടായത്. ഇതിപ്പോൾ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെ തലയിലും ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിണറായിക്ക് ഇത് തിരുത്തണമെന്നുള്ള യാതൊരു മോഹവുമില്ല. പക്ഷേ ജനങ്ങൾ പിണറായിയെ തിരുത്തണമെന്ന് കരുതി ജനങ്ങൾ തന്നെ, അദ്ദേഹത്തെ അധികാരത്തിലെത്തിയ അതേ ജനങ്ങൾ തന്നെ പറഞ്ഞു തുടങ്ങി, അവർ പ്രവർത്തിച്ചു തുടങ്ങി. അതിന്റെ മുന്നോടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. അണയാതെ ഒരു കനൽത്തരി മാത്രം സൂക്ഷിക്കാനായത് അദ്ദേഹത്തിന്റെ കെ രാധാകൃഷ്ണന്റെ വ്യക്തിപ്രഭാവം ഒന്നുകൊണ്ട് മാത്രമാണ്. അത് പിണറായിയുടെ നേട്ടമായി പറയുവാനേ കഴിയില്ല. എത്രയേറെ മുന്നോട്ട് BJP വന്നുവോ അത്രയേറെ പിന്നോട്ട് CPM തള്ളിപ്പോയിരിക്കുന്നു. ഇത് കണ്ട പിണറായിയുടെ ഉള്ളിലും ഇടിവാൾ മിന്നുന്നുണ്ട്. പക്ഷേ പിണറായി അത് പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. എന്തൊക്കെയായിരുന്നാലും പിണറായി ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ചൂണ്ടുവിരലാണ് നിങ്ങളെ ആ സ്ഥാനത്ത് എത്തിച്ചത്. അതേ ചൂണ്ടുവിരൽ അടുത്ത തവണ നിങ്ങളെ നിലത്തിറക്കുമെന്ന് ഉറപ്പാണ്. നന്ദി.